മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പൊ ആദ്യം കുറച്ച് തേങ്ങ എടുക്കുക. ഞങ്ങൾ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി എരിവ് ആവശ്യമുള്ളതിനനുസരിച്ച് മുളക് പൊടി ഇടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ പെരിഞ്ചീരകം. ശരിക്കും പെരിഞ്ചീരകം ആരും കൂട്ടാറില്ല. ഞങ്ങളിവിടെ പെരിഞ്ചീരകം ഇടാറുണ്ട്. പെരിഞ്ചീരകം നല്ലൊരു ടേസ്റ്റ് തരും. പിന്നെ 2-3 ചുള ഉള്ളി ഇടുക. പിന്നെ കുറച്ച് 2-3 ഇല കറിവേപ്പില ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഒരാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ആദ്യം തന്നെ പേസ്റ്റ് പോലെ ആക്കി അങ്ങോട്ട് എടുക്കാം. പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. അത് കഴിഞ്ഞ് ആ സമയം കൊണ്ട് നമുക്ക് ചട്ടി വെക്കാം. ചട്ടിയിൽ നമുക്ക് അതിനെ മിക്സ് ചെയ്യാം. പച്ചമുളക് കുറച്ചിടാം. പിന്നെ കുടപ്പുളി, ഇവിടുത്തെ കുടപ്പുളി നല്ല കുടപ്പുളിയാണ്. ഞങ്ങൾക്കാണെങ്കിൽ കുടപ്പുളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുടപ്പുളി കഴുകിയിട്ട് നേരിട്ട് ഇടാറാണ് പതിവ്. പിന്നെ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കുക, കലക്കി ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം അതിലൊഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യുക. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ ചാറ് കറി കുറച്ചധികം ഇഷ്ടം, ചെറിയൊരു കൊഴുപ്പുണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ അതുപോലെയാണ് കറി ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ ഈ അരപ്പൊക്കെ വെച്ച് നമ്മൾ മിക്സ് ചെയ്യുക. ഇപ്പോൾ കുട്ടികൾ കൂട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ മിളക് കുറച്ച് കുറവാണ് യൂസ് ചെയ്യാറ്. കുട്ടികൾ മുളകിൻ്റെ എരിവ് കൂടി കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ അവർക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മീൻകറി ഉണ്ടെങ്കിൽ നല്ലപോലെ ചോറ് കഴിക്കും. പ്രത്യേകിച്ച് ഈ കറി ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ തീ കത്തിച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചെമ്മീനുണ്ട്. ചെമ്മീൻ അതിലേക്ക് ഇടാം. തള വന്നതിന് ശേഷം കേട്ടോ നമ്മൾ ചെമ്മീൻ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ആ ചെമ്മീൻ നമ്മൾ ഇട്ടിട്ട് ഈ മിക്സിയിലേക്ക് ഇട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിളച്ചത് ഇതിൻ്റെ ചാറും ഇതിൻ്റെ പുളിപ്പൊക്കെ അതിലേക്ക് വറ്റി ഇതായി കഴിഞ്ഞ് മീനൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലെയിം ഓഫാക്കാം. അതുവരെ നമ്മൾ മൂടി വെച്ചിട്ട് അതിനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മീൻകറി ആയിട്ടുണ്ട്. മീൻകറി ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ഉള്ളി അരിഞ്ഞിട്ട് വേപ്പില അതാണ് നമ്മൾ താളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതൊരു ചെറിയ ചീനച്ചട്ടിയിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴിച്ചെടുക്കും. വഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ആ മീൻകറി വെന്തിരിക്കുന്ന ആ മീൻകറിയിലേക്ക് നമ്മളിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കും. ചെമ്പ് പിടിച്ചിട്ട് വഴറ്റി കൊടുക്കും. നമ്മൾ മൂടി വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ കൂട്ടാൻ നമ്മളെടുത്ത് ചോറ് കൊടുത്തിട്ട്